بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم അവിശ്വസിക്കുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തവരാരോ അവരുടെ കർമ്മങ്ങളെ അല്ലാഹു പാഴാക്കി കളയുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി വറുസുലിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സ്നേഹാദരണീയരായ രക്ഷിതാക്കളെ, ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ഇന്ന് വിവാഹിതരാവുന്ന പ്രിയപ്പെട്ട വധൂവരന്മാരെ, ഈ സദസ്സിനെ ധന്യമാക്കുന്ന സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവ്, ജീവിതത്തിന് പുതിയ അർത്ഥതലങ്ങൾ, ലക്ഷ്യവും മാർഗവും നേടിക്കൊടുക്കുന്ന മഹനീയമായിരിക്കുന്ന ഒരു കർമ്മം. വിവാഹത്തിന് നമ്മളിവിടെ സാക്ഷികളാവുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരൊറ്റ വിവാഹത്തിനു മാത്രം വേണമെങ്കിൽ 10,000-കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായ ആർഭാടങ്ങളും ആഭാസങ്ങളുമായി നടന്നുകൊണ്ടിരിക്കുന്ന പല വിവാഹങ്ങൾക്കുമിടയിൽ ഇവിടെ നടക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി എത്തിച്ചേർന്നിരിക്കുന്ന ആയിരക്കണക്കിന് പ്രതിനിധികളെ സാക്ഷിയാക്കി ഇന്ന് വിവാഹിതരാവുന്ന ദമ്പതികളുടെ വളരെ പരിമിതമായ കുടുംബങ്ങളെ മാത്രം കോർത്തിണക്കി ലളിതമായി 10 പേർ തങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. അവരാദ്യമായി ആശംസിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. വിവാഹ ജീവിതം കൊണ്ട് മനുഷ്യ സമൂഹം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും സമാധാനപൂർണമായിരിക്കുന്നൊരു ജീവിതമാണ്. സമാധാനം കൊതിക്കാത്തൊരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. അതെവിടെയുണ്ടെന്ന് അന്വേഷിക്കുകയും ആവശ്യപ്പെടുകയും പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹം മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ തലമുറയിലെ കഞ്ഞിയും കപ്പയുമില്ലാത്ത ആളുകൾക്ക് പോലും ലഭിച്ചിരുന്ന സമാധാനം ഇന്നത്തെ തലമുറയിലെ സകലമാന ആധുനിക സൗകര്യങ്ങളുമുള്ളവർക്ക് ലഭിക്കുന്നില്ല എന്നത് ഭൗതിക സാഹചര്യങ്ങൾ മാത്രം മുമ്പിൽ കണ്ട് സമാധാന ജീവിതം കാക്ഷിക്കുന്നത് അർത്ഥരഹിതമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യം പറയുന്നത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. പടച്ചവൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ് മനുഷ്യജീവിതത്തിൻ്റെ ഇണയും തുണയുമായുള്ള ജീവിതത്തിൻ്റെ പ്രാരംഭമെന്ന് ഖുർആൻ എടുത്തു പറയുന്നു. അതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമായി പറയുന്നത് ലിതസ്കുനു ഇലൈഹ, അവളിലൂടെ, അവനിലൂടെ, ഇണയിലൂടെ, തുണയിലൂടെ താൻ പ്രതീക്ഷിക്കുന്ന തനിക്ക് ലഭിക്കുന്ന സമാധാനം, ആ സമാധാനത്തെ കാക്ഷിച്ചുകൊണ്ടാണ് ഏതൊരു മനുഷ്യനും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ, തനിച്ച് ജീവിക്കുമ്പോൾ ലഭിക്കാത്ത
ശാന്തതയും സ്വസ്ഥതയും ജീവിതത്തിൻ്റെ ഭാരമിറക്കി വെക്കുവാൻ സാധിക്കുന്നൊരത്താണിയും വിവാഹത്തിലൂടെ നേടുക എന്നത് അടിസ്ഥാനപരമായ ലക്ഷ്യമായി ഖുർആൻ പറയുമ്പോൾ അതിനുവേണ്ട ഊടും പാവും നെയ്യുന്നത് ഈ വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങളിലാണ്. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. മനുഷ്യരെന്തൊക്കെ നൽകിയാലും എന്തൊക്കെ ചെലവഴിച്ചാലും ഒരു മനുഷ്യൻ്റെ പോലും മനസ്സ് മറ്റൊരു മനുഷ്യനുമായി കൂട്ടിച്ചേർക്കുവാൻ സാധ്യമല്ലെന്ന വിശുദ്ധ വചനത്തെ സാക്ഷി നിർത്തി അതേ ഖുർആൻ പറയുന്നു, നിങ്ങൾക്കിടയിൽ സ്നേഹകാരുണ്യങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നത് പടച്ചതമ്പുരാനാണ്. ആ സ്നേഹകാരുണ്യങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ അനന്തരമായി ലഭിക്കുന്ന സമാധാനത്തിൻ്റെ സാഹചര്യം ഒരുക്കാൻ ഈ മഹത്തായ വിവാഹവേദി സാക്ഷിയാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നാം അറിയുന്നു. ഇന്നത്തെ വിവാഹങ്ങളിലേറെയും ഉള്ള സമാധാനം നമുക്ക് നൽകുകയാണോ ഉള്ളതുകൂടി നഷ്ടപ്പെടുത്തുകയാണോ എന്ന് നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ടതുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒരു പഞ്ചായത്താണ് നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിൻ്റെ ഉത്തരവാദപ്പെട്ട അധികൃതർ ആ പഞ്ചായത്തിനെ സ്ത്രീധനരഹിത ഗ്രാമമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനത്തിനാണ് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും അതുപോലെ മറ്റു ഭാരവാഹികളും അംഗങ്ങളുമെല്ലാം. അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അറിയപ്പെട്ട മതപണ്ഡിതന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പ്രഗത്ഭരുടെയും എല്ലാം സാന്നിധ്യം കൊണ്ട്, അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കൊണ്ട്, അവരുടെ ശ്രമകരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ആ നാടിനെ സ്ത്രീധനമുക്തമാക്കുവാൻ സാധിക്കുമെന്നുള്ള ആശയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിനെ നമ്മൾ തല്ലിക്കെടുത്തുന്നില്ല. പക്ഷെ ആലോചിക്കേണ്ടത്, സ്ത്രീധനം എന്ന മഹാമാരിയെ, ഈ മഹത്തായ വിപത്തിനെ തല്ലിക്കെടുത്തുവാനും തല്ലിയെറിയുവാനും ആട്ടിയോടിക്കുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ അവിഹിതമായ സമ്പത്തിനുള്ള അടങ്ങാത്ത ആ അഭിവാഞ്ച അതിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സഹോദരീ സഹോദരന്മാർ, നിങ്ങളിൽ ഏറെയും ആളുകൾ മാതാക്കളും പിതാക്കളുമാണ്. ഞാനടക്കമുള്ള മാതാപിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് നമ്മുടെ മക്കളെ, നമ്മുടെ ആൺകുട്ടികളായി നിലനിർത്തിക്കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുവാൻ സാധിക്കുമോ എന്ന് ഞാൻ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ പ്രദേശത്തുള്ള ഈ ഏരിയയിലുള്ള ഇതിന് സമീപ പ്രദേശങ്ങളിലുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ കണ്ണുനീർ തുറക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ്. അവിടെയാണ് ഈ പ്രശ്നത്തിന്റെ മർമ്മം കിടക്കുന്നത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ സ്വാഭാവികമായി നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന മേഖലയിൽ നമുക്കെന്തുകൊണ്ടോ മാറി നിൽക്കേണ്ടി വരുന്നു. നമ്മൾ ആലോചിക്കുക, വിവാഹത്തിന് വധുവിന് മഹർ കൊടുക്കുന്നുണ്ടല്ലോ. എന്താണ് മഹർ? പലപ്പോഴും വിവാഹത്തിന് നേതൃത്വം കൊടുക്കുന്ന സഹോദരന്മാർ ചൊല്ലിക്കൊടുക്കാറുണ്ട്, അരപ്പവൻ സ്വർണത്തിന് പകരമായി എൻ്റെ പെൺകുട്ടിയെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നിരിക്കുന്നുവെന്ന്. അവിടെ മനസ്സിലാക്കപ്പെടുന്ന അർത്ഥം എന്താ? ഈ പെൺകുട്ടിയുടെ വില അരപ്പവൻ സ്വർണമാണ് എന്നാണ്. എന്നാൽ അരപ്പവനിലോ 5 പവനിലോ 50 പവനിലോ ഒതുങ്ങുന്ന ഒരു പെണ്ണിന്റെ വില, മറിച്ച് തൻ്റെ ജീവിതത്തിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാമായി മരണം വരെയും തന്നോട് കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ പങ്കുചേരുന്ന, തനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അമൂല്യമായ നിധിയായി ലഭിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും പെണ്ണിനെ കാണുന്നത് എന്ന് മനസ്സിലാക്കുക. എങ്കിൽ ഈ കൊടുക്കുന്ന മഹർ ഒരിക്കലും ഒന്നിനും പകരമല്ല, മറിച്ച് അവളുടെ ജീവിതത്തിന്റെ ഇവിടെ നിന്നങ്ങോട്ടുള്ള മുഴുവനും ബാധ്യതകളും മുഴുവനും ചെലവുകളും മുഴുവൻ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കുന്നതിന്റെ പ്രതീകമായി കൊടുക്കുന്ന ആ മൂല്യം ഖുർആനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ പെൺകുട്ടികൾക്ക് അവരുടെ വിവാഹ മൂല്യം ഇഷ്ടപ്പെട്ടുകൊണ്ട് കനിഞ്ഞുകൊണ്ട് മനസ്സരിഞ്ഞുകൊണ്ട് കൊടുക്കണമെന്ന് ഖുർആൻ ആവശ്യപ്പെടുകയാണ്. അത് അവരുടെ അവകാശമാണ്, നമ്മുടെ ഔദാര്യം പോലുമല്ല എന്നാണ് ഖുർആൻ എടുത്തു പറയുന്നത്. ആ മഹറില്ലാതെ, മഹറുമായി ബന്ധപ്പെട്ട ചർച്ചയില്ലാതെ ഒരു വിവാഹം സാധ്യമല്ലെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, മഹറിനെ കുറിച്ചൊരു ചർച്ച പോലുമില്ലാതെ, മഹർ വേണമോ വേണ്ടയോ എന്ന് പോലും ചർച്ചയില്ലാതെ, മഹർ എന്തായിരിക്കണമെന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ, മറിച്ച് ആ മഹറിന് പകരം പെൺവീട്ടുകാരോട്, പെണ്ണിന്റെ മാതാപിതാക്കളോട് പലതും ചോദിച്ചു വാങ്ങുന്ന, അത് പണമാവാം, പണ്ടമാവാം, പണിയാവാം, പറമ്പാവാം, ഷോപ്പിംഗ് കോംപ്ലക്സിലാവാം, ഇനിയും ലഭിക്കാനിരിക്കുന്ന ക്വാളിഫിക്കേഷന്റെ പേരിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ജോലിയാവാം. അതെങ്കിലും ലഭിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കുവാൻ എൻ്റെ മകനായിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ തയ്യാറാവുകയുള്ളൂ എന്ന ഒരു പുതിയ അജണ്ട എവിടെ നിന്നാണോ കടന്നു വന്നത് എന്ന് നമുക്ക് ആലോചിക്കുവാൻ കഴിയണം. മതത്തിന് അന്യമാണ്, മതം അത് പഠിപ്പിച്ചില്ല.
വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു, അർരിജാലു ഖവ്വാമുന അലൻ നിസാ ബിമാ ഫല്ലലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖു മിൻ അംവാലിഹിം. ആണ് പെണ്ണിന്റെ കൈകാര്യകർത്താവാണ്. അത് അവന്റെ ശാരീരികമായിരിക്കുന്ന മിടുക്കുകൊണ്ടല്ല, അവന്റെ ഊക്കുകൊണ്ടല്ല, അവന്റെ ശാരീരിക ബലം കൊണ്ട് മാത്രമല്ല, മറിച്ച് അവളുടെ ജീവിതത്തിന്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതകളും അവൻ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നു എന്നതുകൊണ്ടാണ്. അവൾക്ക് വേണ്ടി അവൻ അധ്വാനിക്കണം, അവളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അവൻ പരിഹരിക്കണം, അവൾക്ക് വേണ്ടി ജീവിക്കുവാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ അവൻ ആണാവുകയുള്ളൂ, ആൺകുട്ടിയാവുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുമ്പോൾ, രക്ഷിതാക്കളെ ഞാൻ വീണ്ടും ചോദിക്കട്ടെ, നമ്മുടെ ആൺകുട്ടികളെ ആൺകുട്ടികളായി നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് ഇണകളെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ ഒരു അന്വേഷണത്തിന് മുതിരുവാൻ നമുക്ക് കഴിയുമോ എന്നാലോചിക്കേണ്ടതുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില സംഗതികൾ പറഞ്ഞുവല്ലോ. തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസ്ബിഹാ വലിദീനിഹാ ഫദുഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാ. ആ കാലഘട്ടങ്ങളിലെ മനുഷ്യന്മാർ വിവാഹരംഗത്ത് ആഗ്രഹിച്ച പ്രതീക്ഷിച്ച പലതും പ്രവാചകർ എടുത്തു പറഞ്ഞു. അതിൽ പണമുണ്ട്, അതിൽ സൗന്ദര്യമുണ്ട്, അതിൽ തറവാടിത്തമുണ്ട്, അതിൽ സാംസ്കാരികമായിരിക്കുന്ന മൂല്യങ്ങളുണ്ട്. നിങ്ങൾ ഏതിന് പ്രാമുഖ്യം കൊടുക്കുന്നുവോ അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് വിവാഹം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് വിജയമാണ് എങ്കിൽ, ഇഹത്തിലും നാളെ പരലോകത്തിലും വിജയമാണ് നിങ്ങൾ ലക്ഷ്യമാക്കുന്നതെങ്കിൽ, അതിന് മതത്തെയും സംസ്കാരത്തെയും മുൻനിർത്തി വിവാഹം കഴിക്കുവാൻ സാധിക്കണമെന്ന്. എന്നാൽ ആ ജാഹിലിയ കാലഘട്ടങ്ങളിൽ പോലും ഒരു പുരുഷൻ ഈ രംഗത്ത് സമ്പത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും ആ പെൺകുട്ടിയുടെ സമ്പത്തായിരുന്നു. അതേ പെൺകുട്ടിയുടെ സൗന്ദര്യം ആഗ്രഹിച്ചതുപോലെ, അതേ പെൺകുട്ടിയുടെ തറവാടിത്തം ആഗ്രഹിച്ചതുപോലെ, അതേ പെൺകുട്ടിയുടെ സംസ്കാരം ആഗ്രഹിച്ചതുപോലെ, അതേ പെൺകുട്ടിയുടെ സമ്പത്ത് മാത്രമായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഇന്ന് പെൺകുട്ടിയുടെ സമ്പത്തല്ല, അതിനപ്പുറത്ത് അവളുടെ പിതാവിന്റെ സമ്പത്ത്, അവളുടെ മാതാവിന്റെ സമ്പത്ത്, ആ മാതാപിതാക്കൾ കണ്ണടച്ചാൽ ഓഹരി വെക്കുമ്പോൾ ലഭിക്കുന്ന ആ സമ്പത്ത്, അതിലേക്ക് വരെ കഴുകക്കണ്ണുകൾ നീണ്ട് അവിടെ വെച്ചാണ് വിവാഹത്തിന്റെ കരാർ ഉറപ്പിക്കുന്നതെങ്കിൽ ആലോചിക്കുക. പട്ടിണി പാവങ്ങളായി കഴിഞ്ഞുകൂടുന്ന ആളുകൾ മാത്രമല്ല, സമൂഹത്തിൽ അത്യാവശ്യം സമ്പത്തുള്ള, സംസ്കാരമുള്ള, സ്വഭാവമുള്ള, ദീനീബോധമുള്ള, വിദ്യാഭ്യാസമുള്ള പല പെൺകുട്ടികളും ഇന്ന് ഈ മേഖലയിൽ വിട്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നാം അറിയേണ്ടതുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള വേദികൾ സംഘടിപ്പിക്കുമ്പോൾ ഇന്ന് 5 ചെറുപ്പക്കാർ അവരുടെ ജീവിതത്തിന്റെ സഖികളായി, ഇണകളായി അവർ സ്വീകരിക്കുന്ന പെൺകുട്ടികൾക്ക് മഹർ കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് സാമ്പത്തികമായി യാതൊന്നും ആവശ്യപ്പെടാതെ, കരാർ വെക്കാതെ, അങ്ങനെ നിബന്ധന വെക്കാതെ അവർ തങ്ങൾക്ക് ജീവിതത്തിന്റെ സഖികളെ കണ്ടെത്തുവാൻ ശ്രമിച്ചുവെങ്കിൽ, ഇവിടെ ഈ വേദിയിൽ പങ്കെടുക്കുന്ന ഇനിയും അവിവാഹിതരായിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ അവർക്ക് സമാധാനമുണ്ട്, അവർക്ക് ഒരു പ്രതീക്ഷയുണ്ട്, അവരുടെ മനസ്സിൽ ഒരു തെളിച്ചമുണ്ട്. ഇതുപോലെയുള്ള ചെറുപ്പക്കാർ, ഇതുപോലെയുള്ള ആൺകുട്ടികൾ സ്ത്രീധനം ചോദിക്കാതെ, ഞങ്ങളുടെ മാതാപിതാക്കളെ കഷ്ടപ്പെടുത്താതെ, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി തങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്ന ചെറുപ്പക്കാർ ഞങ്ങളെയും തെരഞ്ഞു വരും എന്ന പ്രതീക്ഷയിലാണ് ആ പെൺകുട്ടികളുടേത്. എന്നാൽ സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്ന, കണക്ക് പറയുന്ന, പണവും പണ്ടവും അതുപോലെയുള്ള കാര്യങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് നടത്തപ്പെടുന്ന വിവാഹങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു അവിവാഹിതയ്ക്കും ഒരിക്കലും പ്രതീക്ഷയില്ല. കാരണം ഇന്ന് ഇവൾ വിവാഹിതയായത് അവളുടെ പിതാവിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുള്ളത് കൊണ്ടാണ്, പറമ്പുള്ളത് കൊണ്ടാണ്, അതുപോലെ പണ്ടമുള്ളത് കൊണ്ടാണ്, എല്ലാം കൊടുക്കാൻ സാധിച്ചത് കൊണ്ടാണ്. എന്റെ പാവപ്പെട്ട പിതാവിന്, എന്റെ പാവപ്പെട്ട കുടുംബത്തിന് അത്ര വലിയ സമ്പത്ത് കൊടുക്കുവാൻ സാധ്യമല്ലാത്തതിനാൽ എന്റെ വിവാഹം സ്വപ്നമായിരിക്കുമെന്ന് കരുതുന്ന പെൺകുട്ടിക്ക് ഒരു വിവാഹ വേളയിലും മനസ്സറിഞ്ഞുകൊണ്ട് ചിരിക്കുവാൻ പോലും സാധിക്കുന്നില്ലെങ്കിൽ ഈ വലിയ മഹാമാരിയെ തള്ളി ഓടിക്കുവാൻ നാം ഒരുങ്ങണം, മുസ്ലിം സമൂഹം ഒരുങ്ങണം. ഒന്നുകൂടി പറയട്ടെ, നമുക്കറിയാം നമ്മുടെയൊക്കെ മഹല്ലുകളിൽ പല പ്രശ്നങ്ങളുടെയും പേരിൽ ചില കുടുംബങ്ങളെയൊക്കെ ബഹിഷ്കരിക്കുവാനും മാറ്റി നിർത്തുവാനും അവർക്ക് തൊട്ടുകൂടായ്മ കൽപ്പിക്കുവാനും ഒക്കെ മഹല്ല് ഭാരവാഹികൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ വിവാഹരംഗത്ത് അധാർമികമായി വാങ്ങുന്ന, അക്രമമായി വാങ്ങുന്ന, അവിഹിതമായി വാങ്ങുന്ന ഈ സമ്പത്ത് ചോദിച്ചു വാങ്ങുന്നവനെ നാട് കടത്തണമെന്ന്, നാട്ടിൽ ബഹിഷ്കരിക്കണമെന്ന് തീരുമാനിക്കുവാൻ സാധിക്കുന്ന ചങ്കൂറ്റമുള്ള, നട്ടലുള്ള, നെഞ്ചുറപ്പുള്ള മഹല്ല് ഭാരവാഹികളും അതുപോലെ